അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: യേശു ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യമാണ് നാം കേട്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യം മുതൽ യേശു തൻ്റെ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യത്തിലെത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്: ലോകാവസാനത്തിൻ്റെയോ കർത്താവ് വീണ്ടും വരുന്നതിൻ്റെയോ നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന്. ഒന്നാമതായി നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വാക്യങ്ങളിൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് ചിന്തിക്കാം. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി വിവാഹ നിശ്ചയം നടത്തിക്കഴിഞ്ഞാൽ താൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യയെ താമസിപ്പിക്കുവാനായി ഒരു വീട് പണിയണമായിരുന്നു. പുതിയ ഒരു വീടോ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ പുരുഷൻ്റെ നിലവിലെ വീടിനോട് ചേർന്ന് ഒരു മുറിയോ പുതുതായി ഉണ്ടാക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതു വിധമായാലും വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം തൻ്റെ ഭാര്യയെ താമസിപ്പിക്കുന്നതിന് ഒരു യോഗ്യമായ വാസസ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം തൻ്റെ വിവാഹം നടത്തി തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള ദിവസം മാത്രം ഭാര്യയെയും വീട്ടുകാരെയും അറിയിക്കും. എന്നാൽ എപ്പോൾ വരും എന്ന് സമയം മാത്രം പറയുകയില്ല. മിക്കവാറും രാത്രിയിലായിരിക്കും മണവാളൻ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു വരുന്നതിനായി ചെല്ലുന്നത്. റോമൻ കണക്കനുസരിച്ച് രാത്രിയെ 4ആയി തിരിച്ചിട്ടുണ്ട്. 4 യാമമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 6 PM മുതൽ 9 PM വരെ 1-ാം യാമവും, 9 PM മുതൽ 12 AM വരെ 2-ാം യാമവും, 12 AM മുതൽ 3 AM വരെ 3-ാം യാമവുമാണ്. എന്നാൽ 3 AM മുതൽ 6 AM വരെ പ്രഭാതയാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മണവാളൻ രാത്രി യാമങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വരുന്നത്. കൃത്യസമയമോ യാമമോ പറയാത്തതിനാൽ മണവാട്ടി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വിവാഹ പാർട്ടി ഒരുക്കി കാത്തിരിക്കണം. ഈ സമയത്ത് മണവാളനെ എതിരേൽക്കുവാൻ ചില കന്യകമാരെ ചുമതലപ്പെടുത്തിയിരിക്കും. മണവാളൻ തൻ്റെ സ്നേഹിതന്മാരുടെ അകമ്പടിയോടെയും കൈകളിൽ വെളിച്ചം പിടിച്ചും കൊണ്ട് ആയിരിക്കും വരുന്നത്. മണവാട്ടിയെയും കന്യകമാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മണവാളൻ്റെ അകമ്പടിയായി വരുന്ന സ്നേഹിതർ ഉച്ചത്തിൽ വിളിച്ചു പറയും: മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന്. ഈ സമയത്ത് മണവാളനെ എതിരേൽക്കുവാൻ ഏർപ്പാടാക്കിയിരുന്ന കന്യകമാർ തങ്ങളുടെ വിളക്ക് തെളിച്ച് മണവാളനെ എതിരേൽക്കണം. ഇതാണ് യഹൂദൻ്റെ സമ്പ്രദായം. ഈ സമ്പ്രദായം മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 10 കന്യകമാരെ കുറിച്ചുള്ള ഉപമ പ്രസ്താവിച്ചത്. മണവാളൻ 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നേക്കാം. 4-ാം യാമം വരികയില്ല. കാരണം 4-ാം യാമം പ്രഭാതയാമമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും ഒരുങ്ങിയവരായി കാണുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ആരും മണവാളനെ എതിരേൽക്കുവാൻ നിൽക്കുന്നവരല്ല. പിന്നെയോ മണവാട്ടി സഭയിലെ അംഗങ്ങളായി യേശുവിനെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ 10 കന്യകമാരിൽ ബുദ്ധി ഉള്ള കന്യകമാരെ പോലെ നാം ഒരുങ്ങിയിരിക്കണം. മണവാട്ടി കല്യാണ വസ്ത്രം ധരിച്ച് തൻ്റെ മണവാളനെ കാത്തിരിക്കുന്നത് പോലെ നാം മണവാളനായ യേശുവിനെ എതിരേൽക്കുവാനല്ല, പിന്നെയോ വിവാഹം
നടത്തുവാൻ കാത്തിരിക്കണം എന്നാണ് ഈ ഭാഗത്തിൽ കൂടി കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ബുദ്ധിയില്ലാത്തവർ ചെയ്ത മണ്ടത്തരം അവർ ആവശ്യത്തിന് എണ്ണ കരുതിയിരുന്നില്ല എന്നതാണ്. ബുദ്ധിയുള്ളവർ ആവശ്യത്തിന് എണ്ണ കരുതി സ്വന്തം വിളക്കിൽ എണ്ണയിൽ കവിഞ്ഞ് മറ്റൊരു പാത്രത്തിലും എണ്ണ കരുതിയവരാണ് ബുദ്ധിയുള്ളവരായി യേശു ചിത്രീകരിച്ചത്. എന്നാൽ മണവാട്ടി സഭയിലെ അംഗങ്ങളായി ക്രിസ്തുവാകുന്ന മണവാളിനെ വിവാഹം കഴിക്കുവാൻ കാത്തിരിക്കുന്ന നാം മറ്റു പാത്രങ്ങളിൽ എണ്ണ എടുക്കണം എന്നോ കൈകളിൽ വിളക്ക് എടുക്കണമെന്നോ അല്ല യേശു ഉദ്ദേശിച്ചത്. പിന്നെയോ കറയും ചുളുക്കവും ഇല്ലാത്തവരായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് യേശു നമ്മെ ഈ ഭാഗത്തുകൂടി പഠിപ്പിക്കുന്നത്. നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവാകുന്ന വിളക്ക് ദൈവാത്മാവിനാൽ കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആത്മാവിനെ കെടുത്തരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യൂ ഇൻ്റർനാഷണൽ റീഡേഴ്സ് വേർഷനിൽ ഡു നോട്ട് പുട്ട് ഔട്ട് ദ ഹോളി സ്പിരിറ്റ്സ് ഫയർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ദൈവാത്മാവ് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുവാനും നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് ആയിത്തീരുവാനും ഇടവരാതെ നാം ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് കർത്താവ് നമ്മോട് ഉണർന്നിരിപ്പിൻ എന്ന വാക്ക് പറഞ്ഞതിൽ കൂടി നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യാതൊരു പാപവും ചെയ്യാതെ കർത്താവ് ഏത് യാമത്തിൽ വന്നാലും അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ട് അവൻ്റെ വരവ് വരെ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിക്കണമെന്ന് സാരം. എന്നാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണിതെന്ന് നാം ഓർക്കണം. ആകയാൽ യേശുവിൻ്റെ വരവിൻ്റെ ദിവസമോ സമയമോ നമുക്കറിയാത്തതിനാൽ പാപം ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവിൻ്റെ വരവ് നാം അറിയാതെ പോകുവാൻ ഇടവരുത്തുന്ന ചില കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്ന ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. യേശുവിൻ്റെ വരവിൽ നാം ആകാശമേഘ എടുക്കപ്പെടാതിരുന്നാൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നാം വീഴേണ്ടി വരും. എന്നാൽ നാം പാപത്തെ ഉപേക്ഷിച്ച് മരിച്ചുയർത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്താൽ നാം യേശുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘത്തിൽ യേശു വരുമ്പോൾ എടുക്കപ്പെടും. ഇന്ന് ഞാൻ പറയുന്നത് പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നോഹ ജലപ്രളയത്തിൽ നിന്നും രക്ഷ നേടുവാനായി അന്നുണ്ടായിരുന്ന ജനത്തോട് പാപത്തെ ഉപേക്ഷിക്കുവാൻ നിലവിളിച്ച് പറഞ്ഞു എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. ആരും അത് ഗണ്യമാക്കിയില്ല. എന്നാൽ നോഹയുടെ ദൈവിക സന്ദേശം ഗണ്യമാക്കാതിരുന്നവരെ ജലപ്രളയം പിന്തുടർന്ന് പിടിച്ചു. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലത്തും ലോത്ത് സൊദോം ഗൊമോറയിൽ ചിലരോട് ദൈവത്തിൻ്റെ ന്യായവിധി വിളിച്ചു പറഞ്ഞു. അവരാരും കൂട്ടാക്കിയില്ല. കാരണം അവർ ചിന്തിച്ചു ലോത്ത് കളി പറയുന്നുവെന്ന്. കാരണം അവർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നതിനാൽ അവർ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ നമുക്ക് പാപത്തെ വെറുത്ത് നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവുണ്ടെന്ന് ഉറപ്പുവരുത്തി യേശു സൗജന്യമായി നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ അറിയാതിരിക്കുന്നെങ്കിൽ തിരിച്ചറിയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സങ്കടത്തിലായിരിക്കുന്നെങ്കിൽ, വേദനയിലായിരിക്കുന്നെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അങ്ങ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി കൊടുക്കണമേ. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.